ഇവിടെ ഒപ്പിട്ടുള്ളൂ. ഇത്രയും നാളത്തെ എന്റെ സർവീസിനിടയ്ക്ക് ഇത് ആദ്യത്തെ സംഭവമാണ്. TV പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ വേണ്ടി ഒരാൾക്ക് പരോൾ അനുവദിക്കുന്നത്. താങ്ക് യു സർ. ഇതിനുവേണ്ടി സാർ ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടുണ്ടെന്ന് എനിക്കറിയാം. ഓൾ ദ ബെസ്റ്റ്. ഈ പ്രോഗ്രാം തന്റെ അവസാനത്തെ കച്ചിത്തുരുമ്പാണെന്ന് എനിക്കറിയാം. തോറ്റു പോകരുത്. ഞാൻ ജയിക്കും സർ. എനിക്ക് ജയിച്ചല്ലേ പറ്റൂ. നമസ്കാരം. ഗുഡ് ഈവനിങ് എവരിബഡി. എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് വൺ മാൻ ഷോ കോടിപതിയിലേക്ക് സ്വാഗതം. അറിവിന്റെയും ബുദ്ധിശക്തിയുടെയും ഭാഗ്യ നിർഭാഗ്യങ്ങളുടെയും പടനിലം ഒരിക്കൽ കൂടി ഒരുങ്ങിക്കഴിഞ്ഞു. ഇനി യുദ്ധം ആരംഭിക്കാം. യെസ്, വെൽക്കം ടു ദി അൾട്ടിമേറ്റ് ഷോ, വൺ മാൻ ഷോ, വൺ മാൻ ഷോ കോടിപതി. നിരവധി രക്ഷപ്രഭുക്കളെ സൃഷ്ടിച്ചു കഴിഞ്ഞ ഈ പ്രോഗ്രാം ഒരു കോടിപതിക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പ് തുടരുകയാണ്. ഇന്നത്തെ മത്സരത്തിൽ പങ്കെടുക്കുവാൻ നമ്മളോടൊപ്പം പുതിയ 5 പാർട്ടിസിപ്പൻസ് ആണുള്ളത്. ഇവരിൽ ആരെങ്കിലും ഒരാളാകട്ടെ ഈ പരിപാടിയുടെ ആദ്യത്തെ കോടിപതി എന്ന് ആശംസിച്ചുകൊണ്ട് കോടിപതി സീറ്റിലേക്ക് ആദ്യം ആരാണ് വരാൻ പോകുന്നത് നോക്കാം. വ്യക്തി വിവരണം ആരംഭിക്കുന്നു. ഞാൻ ഒരു ഇന്ത്യക്കാരനാണ്. എന്താ വ്യക്തി ആരാണെന്ന് ഞാൻ പറയാം. അതിന് വ്യക്തി വിവരണം തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. പക്ഷെ എനിക്കാളെ മനസ്സിലായി. മനസ്സിലായെങ്കിൽ പറയൂ. രാജീവ് ഗാന്ധി. അല്ല. അല്ലേ? രാജീവ് ഗാന്ധി ഇന്ത്യക്കാരനല്ല? അതെ, പക്ഷെ ഞാൻ ഉദ്ദേശിച്ച വ്യക്തി രാജീവ് ഗാന്ധി അല്ല. സോറി മുകേഷെങ്കിൽ ഒരു ചാൻസ് കൂടി തരണമെങ്കിൽ. പാർട്ടിസിപ്പൻസിനെ ഞാൻ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്. വ്യക്തി ആരാണെന്ന് വ്യക്തമായ ക്ലൂ ലഭിച്ചതിന് ശേഷം മാത്രമേ ബസറമർത്താവൂ. കേട്ടല്ലോ? പ്രേം സാർ അങ്കിളി മത്സരത്തിൽ നിന്ന് പുറത്തായിരിക്കുകയാണ്. യു ആർ ഡിസ്ക്വാളിഫൈഡ്. അങ്കിളെ പ്ലീസ്. വ്യക്തി വിവരണം തുടരുന്നു. ഞാൻ ഒരു മലയാളിയാണ്. ഞാൻ ഒരു കോഴിക്കോട്ടുകാരനാണ്. ഞാൻ ഒരു സിനിമാ നടനാണ്. വലിയ കാര്യമായി പോയി. അനേകം സിനിമകളിൽ അഭിനയിച്ചിട്ടുള്ള എന്റെ ആദ്യകാല പേര് സ്നേഹജാൻ എന്നാണ്. പാർട്ടിസിപ്പന്റ് നമ്പർ 1 മിസ്റ്റർ ജയകൃഷ്ണനാണ് ബസറമർത്തിയിരിക്കുന്നത്. ജയകൃഷ്ണൻ ഉത്തരം പറയൂ. KP ഉമ്മർ. KP ഉമ്മർ. ജയകൃഷ്ണൻ പറഞ്ഞ ഉത്തരം ശരിയാണ്. വെൽക്കം ടു ദ കോടിപതി സീറ്റ്. കൺഗ്രാറ്റുലേഷൻ. താങ്ക് യു സർ. Let's start the battle for one man show കോടിപതി. ജയകൃഷ്ണൻ ഒരു അഡ്വക്കേറ്റ് ആണല്ലേ? അതെ സർ. ഒരാൾക്ക് ഒരു അഡ്വക്കേറ്റ് അല്ലാതെ 2 അഡ്വക്കേറ്റ് ആകാൻ പറ്റുമോ? മണ്ടത്തരം. പ്രശസ്ത അഭിഭാഷകൻ KR മേനോന്റെ ജൂനിയർ ആയിരുന്നു അല്ലേ? അതെ, അദ്ദേഹത്തിന്റെ അനന്തരവനുമാണ്. ജയകൃഷ്ണനോടുള്ള ആദ്യത്തെ ചോദ്യം ചോദിക്കാൻ പോവുകയാണ്. ഈ ചോദ്യത്തിന് ജയകൃഷ്ണൻ ശരിയുത്തരം നൽകുകയാണെങ്കിൽ യു വിൽ വിൻ 2000 റുപ്പീസ്. ചോദ്യം: ഹൈക്കോടതിയിലെ ചീഫ് ജസ്റ്റിസിനെ നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. A true, B false. A true. കമ്പ്യൂട്ടർ ട്രിഗർ. A true. ജയകൃഷ്ണൻ പറഞ്ഞ ഉത്തരം ശരിയാണ്. ഇപ്പോ 2000 രൂപ ജയകൃഷ്ണൻ സമ്മാനമായി ലഭിച്ചിരിക്കുകയാണ്. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഈ ചോദ്യത്തിന്റെ വില എത്രയാണെന്ന് താങ്കൾക്ക് അറിയാമോ? 6000. വെരി ഗുഡ്. ചോദ്യം: കേരളത്തിന്റെ ഔദ്യോഗിക പുഷ്പം കണിക്കൊന്നയാണ്. A true, B false. A true. A true. ഒരു സംശയമില്ല? ഇല്ല. കമ്പ്യൂട്ടർ പറയാമല്ലോ? പറയാം. കമ്പ്യൂട്ടർ ട്രിഗർ. A true. ജയകൃഷ്ണ, താമരയല്ലേ? കമ്പ്യൂട്ടർ എന്ത് പറയുന്നു നോക്കാം. കമ്പ്യൂട്ടർ പറയുന്നു ജയകൃഷ്ണൻ പറഞ്ഞ ഉത്തരം തെറ്റല്ല, ശരിയാണ്. ഈ സോൺ ഇവിടെ അവസാനിക്കുകയാണ്. ജയകൃഷ്ണന് 6000 രൂപ ഉറച്ച സമ്മാനം ലഭിച്ചിരിക്കുകയാണ്. നമ്മൾ അടുത്ത സോണിലേക്ക് കടക്കുന്നു. ഈ ചോദ്യത്തിന് ജയകൃഷ്ണൻ ശരി ഉത്തരം നൽകുകയാണെങ്കിൽ യു വിൽ വിൻ 12,000 റുപ്പീസ്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ചോദ്യം: ഒരു വർഷത്തിൽ ഏറ്റവും ദൈർഘ്യം കുറഞ്ഞ ദിവസം ഏതാണ്? 3 ഓപ്ഷൻസ് ആണുള്ളത്. A January 1st, B February 28th and C December 22nd. ഏത് പോലീസുകാരനെ ഇത് അറിയാൻ പാടില്ലാത്ത? ജാനുവരി 1st. അതെങ്ങനെ?
31st നൈറ്റ് നമ്മൾ അടിച്ച് പൂക്കി തിയേറ്ററിൽ കിടന്നുറങ്ങുന്നത്. പിറ്റേന്ന് ഉച്ച കഴിഞ്ഞാൽ നമ്മൾ എഴുന്നേക്കുള്ളൂ. പിന്നെ പകല് കുറച്ചല്ലേ ഉള്ളൂ. December 22nd. പോയി കാശ് പോയി. കമ്പ്യൂട്ടർ ട്രിഗർ December 22nd. ജയകൃഷ്ണൻ പറഞ്ഞ ഉത്തരം ശരിയാണ്. ഈ സോണിലെ രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. ഈ ചോദ്യത്തിന് താങ്കൾ ശരിയുത്തരം നൽകുകയാണെങ്കിൽ യു വിൽ വിൻ 25,000 rupees. ഗുഡ് ലക്ക്. ചോദ്യം: ഇന്ത്യയുടെ വാനമ്പാടി എന്ന പേരിൽ അറിയപ്പെടുന്നത് ആരാണ്? കടത്തനാടൻ അമ്പാടി. എ എസ് ജാനകി, ബി സരോജിനി നായിഡു, സി ലതാ മങ്കേഷ്കർ. ബി സരോജിനി നായിഡു. കമ്പ്യൂട്ടർ ട്രിഗർ ബി സരോജിനി നായിഡു. ജയകൃഷ്ണൻ പറഞ്ഞ ഉത്തരം 100% ശരിയാണ്. ഫാന്റാസ്റ്റിക് പെർഫോമൻസ് മിസ്റ്റർ ജയകൃഷ്ണൻ. താങ്ക് യു സർ. ഈ സോണിലെ മൂന്നാമത്തെ ചോദ്യം ചോദിക്കാൻ പോവുകയാണ്. ഈ ചോദ്യത്തിന് താങ്കൾ ശരിയുത്തരം നൽകുകയാണെങ്കിൽ യു വിൽ വിൻ 50,000 rupees. ഗുഡ് ലക്ക്. ചോദ്യം: ഉറക്കത്തിലുണ്ടാകുന്ന സ്വപ്നങ്ങളുടെ ദൈർഘ്യം എത്ര? എ 1 to 2 seconds, ബി 1 to 4 minutes, സി 1 to 6 hours. എ 1 to 2 seconds. കമ്പ്യൂട്ടറോട് പറയാം. കമ്പ്യൂട്ടർ ട്രിഗർ 1 to 2 seconds. അതിന് സ്വപ്നത്തിലാരാ വാച്ച് നോക്കണത്? താങ്കൾ അങ്ങനെ സ്വപ്നം കാണാറുണ്ടോ? സ്വപ്നങ്ങൾ ഒരുപാട് കണ്ടിരുന്നു സർ. എന്താ ഇപ്പൊ കാണാറില്ലേ? സ്വപ്നങ്ങൾ കാണണം. സ്വപ്നങ്ങൾ ഉണ്ടെങ്കിലേ ജീവിതമുള്ളൂ ജയകൃഷ്ണൻ. ജയകൃഷ്ണൻ പറഞ്ഞ ഉത്തരം ശരിയാണ്. ജയകൃഷ്ണൻ വളരെ പ്രിപ്പയർഡ് ആണ്. ഐ അപ്രിഷിയേറ്റ്. ഇത്രയും അനായാസമായി ഇതുവരെ ആരും 50,000 വരെ എത്തിയിട്ടില്ല. 50,000 രൂപ നേടിയിട്ടും ജയകൃഷ്ണന് യാതൊരു സന്തോഷമുള്ളതായിട്ട് തോന്നുന്നില്ലല്ലോ. എനിക്കിത് വെറും മത്സരമല്ല സർ, ഒരു ജീവൻ മരണ പോരാട്ടമാണ്. താങ്കൾ വളരെയധികം പ്രത്യേകതയുള്ള ആളാണ്. എല്ലാ കാര്യത്തിലും ആ പ്രത്യേകത പ്രകടവുമാണ്. താങ്കളുടെ വീട്ടുപേരിന് പോലും ഉണ്ട് ആ പ്രത്യേകത. കോടതി വീട്. ഞാൻ ആദ്യമായിട്ട് അങ്ങനെ ഒരു വീട്ടുപേര് കേൾക്കുന്നത്. സത്യത്തിൽ അത് ഇരട്ടപ്പേരാ. നാട്ടുകാർ കളിയാക്കി വിളിച്ചതാ കോടതി വീടുന്നു. എന്റെ അമ്മാവനും അമ്മാവന്റെ മകൾ രാധികയും ഞാനും ഉൾപ്പെടെ 3 വക്കീലന്മാരുണ്ടായിരുന്ന കോടതി വീട്ടിൽ. ഞങ്ങളുടെ ജൂനിയേഴ്സും ഗുമസ്തന്മാരും കക്ഷികളും ഒക്കെ ആയിട്ട് സത്യത്തിൽ ഞങ്ങളുടെ വീടിനൊരു കോടതിയുടെ അന്തരീക്ഷം തന്നെയായിരുന്നു. That's all. കുറച്ചുകൂടെ നീട്ടി ചിഹ്നം വിളിക്ക്. അത് കേട്ടിട്ടെങ്കിലും 2 കക്ഷികളൊന്ന് കേറട്ടെ. താൻ ഞങ്ങളങ്ങനെ കൊച്ചാക്കൊന്നും വേണ്ട. ഈ അഡ്വക്കേറ്റ് ജയകൃഷ്ണനും അദ്ദേഹത്തിന്റെ ജൂനിയറായ അഡ്വക്കേറ്റ് പൊന്നപ്പനും കേസുകളില്ലാത്തതേ ഞങ്ങൾ കേസുകൾ എടുക്കാത്തോണ്ടാ. ദേ ഇപ്പൊ തന്നെ ഈ ആലത്തൂർ കൊലക്കേസ് വന്നിട്ടേ ജയകൃഷ്ണൻ സാർ അത് എടുത്തില്ല. അതിന് ആ കേസ് രാധിക മേഡത്തിനാണല്ലോ വന്നത്. അതെ, അതുകൊണ്ടുള്ള കേസ് എടുക്കാഞ്ഞേ. അതേതായാലും നന്നായി. തന്റെ ഈ ജയകൃഷ്ണൻ സാറ് ആദ്യമായി വാദിച്ച കേസിന്റെ കഥയറിയോ? അദ്ദേഹത്തിന്റെ വാദം കേട്ട് അങ്ങേരുടെ കക്ഷി കോടതിയിൽ വെച്ച് ഹാർട്ട് അറ്റാക്ക് വന്ന് ചത്തു. ഒബ്ജക്ഷൻ. എന്താ ഒബ്ജക്ഷൻ സക്സസ് ആവില്ലേ? ഇനി ഒബ്ജക്ഷൻ എന്ന് പറഞ്ഞ എന്റെ മുഖത്ത് തുപ്പിയാലുണ്ടല്ലോ. എടോ, ആ കക്ഷിക്ക് ഹാർട്ട് അറ്റാക്ക് വന്നത് സാറിന്റെ വാദം മോശമായതുകൊണ്ടല്ല, അദ്ദേഹത്തിന്റെ കക്ഷിക്ക് വാദരോഗം ഉണ്ടായതുകൊണ്ടാ. വാദരോഗമുള്ളവർക്ക് ഹാർട്ട് അറ്റാക്ക് വരും. ആ കക്ഷിക്ക് ഹൃദയത്തിലായിരുന്നു വാദം, ഹൃദുവാദം. വേറെയും 2 കേസ് വാദിച്ചിട്ടുണ്ടല്ലോ നിന്റെ സാറ്. അതെ, ആ 2 കക്ഷികൾ ഇന്ന് സെൻട്രൽ ജയിലാണ്. അവർ വളരെ സന്തോഷത്തിലാണ്. ജയിലിൽ കിടക്കുന്നതുകൊണ്ടോ? അല്ല, അവർക്ക് ഹാർട്ട് അറ്റാക്ക് വന്നില്ലല്ലോ. എന്താ? ഞങ്ങളൊരു കേസിന്റെ കാര്യത്തിന് വന്നതാ. അയ്യോ, അവരു ജയകൃഷ്ണൻ സാർ അകത്തൊരു പ്രമാദമായ കേസ് പഠിച്ചോണ്ടിരിക്കുക. പഠിച്ചോട്ടെ, അദ്ദേഹത്തെ ശല്യപ്പെടുത്തണ്ട. ഞങ്ങൾ അഡ്വക്കേറ്റ് രാധികയെ കാണാൻ വന്നതാ. അതെ,
സംഗതി അധികം നല്ല അഡ്വക്കേറ്റ് ഒക്കെ തന്നെയാ, കാണാനും കൊള്ളാം. പക്ഷേ ഫീസിന്റെ കാര്യത്തിൽ ഭയങ്കര കത്തിയാ. ജയകൃഷ്ണൻ സാറിന് ഫീസും കുറവാ. പോരാത്തതിന് ഓണം പ്രമാണിച്ച് ഫീസിൽ 50% വില കുറവുണ്ട്. അതിന് ഓണം കഴിഞ്ഞിട്ട് 2-3 മാസമായില്ലേ? പക്ഷെ വിലക്കുറവ് പിൻവലിച്ചിട്ടില്ല. മാത്രല്ല ഇപ്പൊ കേസ് ഏൽപ്പിച്ചൊരു ഫ്രീ ഗിഫ്റ്റ് കിട്ടും. അറിയാം, സെൻട്രൽ ജയിലല്ലേ. എന്താ പൊന്നപ്പോ കക്ഷികള് വീണില്ലേ? കളിയാക്കൊന്നും വേണ്ട. നിങ്ങളുടെ പുന്നാര സഹോദരൻ ഒരു കേസെങ്കിലും കിട്ടിക്കോട്ടെന്ന് കരുതിട്ടാ. ഈ മുളവണിയും കഴിഞ്ഞു. ഇയാൾ എന്തിനാ അടുക്കളക്കാരൻ തിരക്കുന്നേ? അടക്കള കാര്യമൊന്നല്ല, കോടതിക്കാരിയാ. എന്റെ വക്കീൽ കോട്ട് എടുത്തിട്ട് നിങ്ങൾ കാക്കി ഓടിക്കാൻ തൂക്കിയിട്ടിരിക്കണേ. ഓ, അങ്ങനെങ്കിലും ഒരു ഉപയോഗം അതുകൊണ്ടുണ്ടല്ലോ. ഇത്രയ്ക്ക് അത്യാവശ്യമായിട്ട് അതങ്ങോട്ട് കിട്ടിയിട്ടെന്തിനാ? വൈകുന്ന ഒരു കേസ് ഉണ്ട്, വായനശാലയുടെ. വായനശാലയുടെ കേസോ? അതെ, അവിടുന്ന് വാർഷിക നാടകമൊക്കെ ഉണ്ട്. നാടകത്തിന് ഈ സാധനം വാടകയ്ക്ക് കൊടുക്കാമെന്ന് ഞാൻ ഏറ്റുപോയി, ഞാൻ ഉൾപ്പെടെ. അയ്യോ, അപ്പൊ കാക്കി ഓടിക്കാൻ എന്ത് ചെയ്യും? നിങ്ങളുടെ സഹോദരൻ ഓഫീസിൽ നിന്ന് ഈച്ചി ഓടിക്കുന്നു. അതിലും മതം ഇവിടെ വന്നുകൊണ്ട് കാക്കി ഓടിക്കാൻ പറയൂ. ജയകൃഷ്ണ, എന്താ അമ്മാവാ? ഈ ബസ് സ്റ്റാൻഡിലും ടാക്സി സ്റ്റാൻഡിലും ഒക്കെ ആളുകളെ വിളിച്ചു കയറ്റുന്ന പോലെ ഒരുമാതിരി ബ്രോക്കർമാരുടെ പണി ഈ വീട്ടിൽ കാണിച്ചാണല്ലോ. നാണമില്ലടാ നിനക്ക് ഇവിടെ വരുന്ന കക്ഷികളെ ക്യാൻവാസ് ചെയ്യാൻ? അയ്യോ, അമ്മാവൻ എന്തായി പറയുന്നത്? ഇനി മേലാൽ ഇത് ആവർത്തിച്ച കഴുത്തെ പിടിച്ചാൽ വെളി തള്ളും. മനസ്സിലായോടാ? മനസ്സിലായോന്ന്? ഉവ്വ്. ആ, ഐ എം സോറി. ജയേട്ടന്റെ ബുദ്ധിമുട്ടുകൾ എനിക്ക് അറിയാവുന്നുണ്ട്. ഒരു കേസെങ്കിലും ജയേട്ടന് കിട്ടിക്കോട്ടെ എന്ന് കരുതിയാ ഞാൻ ക്യാൻവാസിംഗിന് ഇറങ്ങിയത്. ഇത്രയും ആളുകളുടെ മുമ്പിൽ വെച്ച മനുഷ്യന്റെ വായിൽ കൂടി കേൾപ്പിച്ചപ്പോ നിനക്ക് തൃപ്തിയായില്ലടാ? തൃപ്തിയായി സാറേ, എനിക്ക് സന്തോഷായി. ഇപ്പോഴെങ്കിലും സാർ ഇത് ചെയ്തല്ലോ. മനസ്സ് നിറയെ ഇപ്പൊ സന്തോഷ. എന്റെ കണ്ണുകൾ എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. നീ എന്തായി പറയുന്നത്? അല്ല, എന്നെ തല്ലാനായിട്ടാണെങ്കിലും ഈ നിയമപുസ്തകം സാർ ഒന്ന് കൈകൊണ്ട് തൊട്ടല്ലോ. നീലക്കുറിഞ്ഞു പോക്കുന്ന പോലെ വല്ലപ്പോഴും കാണാൻ കിട്ടുന്ന അപൂർവ കാഴ്ചയിലേത്. നീലക്കുറിഞ്ഞല്ല, നിന്റെ കൊരണവള്ളി ഞാൻ ഞെക്കി പൊട്ടിക്കും. തനിക്കറിയോ, വക്കീൽ പണിയിലും പൊന്നപ്പിന് പുല്ല. എനിക്ക് വേറൊരു പണി അറിയണോ, കൽപ്പണി. കണ്ടിട്ടില്ലേ? ഈ കല്ലൊക്കെ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെ ചട്ടണത് എന്റെ. തനിക്കറിയോ, ഞാൻ എന്റെ അച്ഛനെ കഷ്ടപ്പെട്ട് കൽപ്പണി എടുത്തിട്ടാ ഞാൻ പഠിച്ചൊരു വക്കീലായത്. കഷ്ടകാലത്തിന് പണ്ടാറടങ്ങാനായി തന്റെ ജൂനിയർ ആവാനായിരുന്നു എന്റെ വിധി. എന്നെങ്കിലും ഒരു ദിവസം താൻ എന്നെ കോടതി കയറ്റി ഇരുത്തിയിട്ടേ എന്ന് താൻ എന്നെ കൊണ്ട് പറയിപ്പിച്ചിട്ടോ. പോട്ടെ, താങ്കളെങ്കിലും അത് പറയണ കാണാനുള്ള കൊതി കൊണ്ടാ ഞാൻ ആ കക്ഷികളെ ക്യാൻവാസ് ചെയ്ത്. അപ്പൊ തനിക്കത് തല്ലണല്ലേ? തല്ലണോ? ദേ പൊന്നപ്പ, പോട്ടടാ. അപ്പോഴത്തെ ഒരു പ്രാന്തിന് ഞാൻ അങ്ങനെയൊക്കെ ചെയ്തു പോയതാ. സോറി. എന്താ സാറേ, സാറ് സോറി പറയേ? ആക്ച്വലി സാറിന്റെ കയ്യിൽ നിന്ന് 2 കൂടി വാങ്ങിച്ചിട്ട് പോയി കിടന്നുറങ്ങാനാ ഞാൻ 2 അടിച്ചിട്ട് ഇങ്ങോട്ട് വന്നത്. സാറേ, സാറിന് അറിയോ, ഇങ്ങനെ അടുത്തിരിക്കാൻ സത്യത്തിൽ സാറിനൊരു കേസ് കിട്ടാൻ വേണ്ടി ഒരാളെ കൊന്നിട്ട് ആ കേസിലെ പ്രതിയാവാൻ ഞാൻ തയ്യാറാ. പക്ഷേ ആ കേസ് സാറ് വാദിച്ച എനിക്ക് കൊലക്കയറ് ഉറപ്പാന്നറിയാവുന്നോണ്ടാ ഞാനത് ചെയ്യാൻ. സോറി സാറേ, സോറി സാറേ, സോറി സാറേ, സോറി സാറേ, തേരോട്ടം. അവന്റെ വായിന്ന് മാത്രമേ നീ ചീത്ത കേൾക്കാൻ ബാക്കിയുണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ അതും അയ്യല്ലടാ. ഏയ്, അവൻ പാവം. അല്ല, രാധിക വന്നില്ലേ? ഇല്ല, നീ കഴിച്ചു. അത് വേണ്ട, ഞങ്ങൾ ഒരുമിച്ചുണ്ടോളാം. രാധികച്ച് നല്ല തിരക്കില്ല. ഇനിയും 1-2 കക്ഷികൾ പോകാനുണ്ട്. ആയിക്കോട്ടെ, ഞാൻ കാത്തിരുന്നോളാം. ജയകൃഷ്ണ, നീ ഇനി അവൾക്ക് വേണ്ടി കാത്തിരിക്കൊന്നും വേണ്ട. അന്നത്തെ കാലത്ത് നിന്റെ പഠിപ്പ് ഉത്സാഹമൊക്കെ കണ്ടപ്പോ രാധിയെ നിനക്കായി വെച്ചതാ. പക്ഷെ ഇപ്പോ അതിനെന്താ ഇപ്പോ? ഞാൻ നന്നായി തന്നെ പഠിച്ചില്ലേ, വക്കീലായില്ലേ? ആയി. പക്ഷെ അതേ കോളേജിൽ തന്നെ അവളും പഠിച്ചതും വക്കീലായതും. അവക്ക് ധാരാളം കേസുകളും ഉണ്ട്. നീയോ? ചേച്ചി എന്തായി പറയണേ? ഏട്ടൻ പോയി രാധികച്ച് വിളിക്ക. എത്ര തിരക്കാണെങ്കിലും ഏട്ടൻ വിളിച്ച രാധികച്ച് അപ്പ വരും. എങ്ങടാ? രാധികയുടെ അടുത്തേക്ക്. അവൾ അവിടെ ഒരു കേസിന്റെ ചർച്ചയിലാ. ഉവ്, അറിയാം. പിന്നെന്തിനാ അങ്ങോട്ട് പോണേ? എന്തെങ്കിലും ചർച്ച ചെയ്യാനുണ്ടോ? ഉണ്ട്, ഒരു കാര്യം ചർച്ച ചെയ്യാനുണ്ട്. കുണ്ണുന്ന കാര്യല്ലേ? നല്ലപോലെ ചാറൊഴിക്ക, പിന്നെ അങ്ങോട്ട് കുഴച്ചുരുട്ടി അണ്ണാക്കിലോട്ട് തള്ളുക. അത്രേ ഉള്ളു കാര്യം. പോയുണ്ടോളൂ, അവളെ ഉപദ്രവിക്കണ്ട.
ഈ അമ്മാവന്റെ ഒരു കാര്യം. കഴിഞ്ഞ മാസം 21-ാം തീയതി സഹി കെട്ടപ്പോഴാണ് മാഡം ഞാനവന്റെ മുട്ടുകാല് തല്ലി ഓടിച്ചത്. എന്നിട്ട് പിന്നെയും വന്നു, ജനലിൽ കൂടി എത്തി നോക്കി, അപ്പൊ ഞാൻ കണ്ണു കുത്തിപ്പൊട്ടിച്ചു. അതിന് എന്നെ പിടിച്ചകത്തിടുക എന്ന് വെച്ചാൽ